ഫുട്ബോളിലെ ചില ഷോക്കിംഗ് മൊമെൻറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം സംഭവം 1986, സമയം ഉച്ചയ്ക്ക് 2 മണി. ഫുട്ബോൾ മത്സരം നടക്കുകയായിരുന്നു അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ. 1986 വേൾഡ് കപ്പിലെ ആ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പൊടുന്നനെയാണ് അർജൻറ്റീനയുടെ സൂപ്പർ താരമായ മറഡോണയുടെ ദൈവത്തിൻ്റെ കൈ പ്രത്യക്ഷപ്പെടുന്നത്. ഹാൻഡ് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്ന ഈയൊരു ദൈവത്തിൻ്റെ കൈക്കെതിരെ ഇംഗ്ലണ്ട് താരങ്ങൾ അന്ന് ഒരുപാട് പ്രതിഷേധിച്ചെങ്കിലും റഫറി ഗൗനിച്ചില്ല. അന്ന് ഇംഗ്ലണ്ടിൻ്റെ വേൾഡ് കപ്പ് സ്വപ്നങ്ങളാണ് തല്ലി തകർക്കപ്പെട്ടത്. അർജൻറ്റീന വേൾഡ് കപ്പിൽ മുത്തമിടുകയും ചെയ്തു. രണ്ടാമത്തെ സംഭവം 2006, വീണ്ടും ഒരു ലോകകപ്പിൻ്റെ ഫൈനൽ മത്സരം. ഇറ്റലിയും ഫ്രാൻസും തമ്മിലുള്ള ഈ ഒരു മത്സരത്തിൽ എക്സ്ട്രാ ടൈമിൽ പൊടുന്നനെയാണ് സിനദിൻ സിദാൻ ഇറ്റലിയുടെ താരമായ മാർക്കോ മറ്റെറാസിയുടെ നെഞ്ചത്തേക്ക് തല കൊണ്ടിടിച്ചത്. പൊടുന്നനെ റഫറി ചുവപ്പ് കാർഡ് കൊടുക്കുകയും ചെയ്തു. പിന്നീട് മത്സരങ്ങൾ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞാണ് സിദാൻ്റെ കുടുംബത്തിനെ കുറിച്ച് മറ്റെറാസി മോശമായി പെരുമാറിയെന്നും അതിനുള്ള മറുപടിയാണ് സിദാൻ നൽകിയതെന്നുമുള്ള വാർത്തകൾ വരുന്നത്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ബ്രസീൽ ആരാധകർ ഒരുപാട് മറക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ്. അതും ഒരു വേൾഡ് കപ്പിൽ 2014 സെമി ഫൈനൽ പോരാട്ടത്തിൽ നെയ്മറിനെ മുൻനിർത്തിയായിരുന്നു ബ്രസീൽ കളത്തിലിറങ്ങിയത്. പൊടുന്നനെ നെയ്മറിന് നട്ടെല്ലിന് പരിക്ക് പറ്റി പുറത്താവുകയും ചെയ്തു. ആ ഒരു ഷോക്കിലാണ് പൊടുന്നനെ മികച്ച ഫോമിൽ കളിക്കുന്ന ജർമ്മനിക്കെതിരെ ബ്രസീൽ കളത്തിലിറങ്ങിയത്. പക്ഷേ സംഭവം അതിദാരുണമായിരുന്നു. 7 ഗോളിനാണ് ബ്രസീലിനെ അന്ന് ജർമ്മനി പരാജയപ്പെടുത്തിയത്. ചരിത്രത്തിൽ ബ്രസീലിൻ്റെ തോൽവിയുടെ ഏറ്റവും വലിയ സങ്കട കാഴ്ചയും അതായിരുന്നു. പിന്നീട് 7-അപ്പ് എന്ന് പറഞ്ഞ് എതിരാളികൾ ഒരുപാട് കളിയാക്കുന്ന ആ ഒരു സാഹചര്യത്തേക്ക് ആ ഒരു മത്സരം കൊണ്ടെത്തിച്ചു. മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം നടന്നത് 1994 കൊളംബിയയും USA തമ്മിലുള്ള 1994 വേൾഡ് കപ്പ് മത്സരത്തിൽ അറിയാതെ തൻ്റെ കാലിൽ നിന്നും പിഴച്ച ആ ഒരു ചെറിയ പിഴവിൽ ഒരു സെൽഫ് ഗോൾ വന്നെത്തുന്നു. തുടർന്ന് മത്സരം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയായിരുന്നു. അതെ, ആന്ദ്രേസ് എസ്കോബാർ. ആ ഒരു ദാരുണമായ സംഭവത്തിന് സാക്ഷിയാവുകയായിരുന്നു 1994 വേൾഡ് കപ്പ്. മറ്റൊരു സംഭവം വളരെയധികം ആവേശവും ത്രില്ലറും നിറഞ്ഞതാണ്. 2017 യുവേഫ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടം PSG-യും ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആദ്യപാദ മത്സരത്തിൽ 4-0 PSG ബാഴ്സയെ പരാജയപ്പെടുത്തിയത്. എന്നാൽ അടുത്ത പാദത്തിൽ 5 ഗോളുകളോ 6 ഗോളുകളും അടിക്കേണ്ട ആ ഒരു സ്ഥാനത്ത് 1-നെതിരെ 6 ഗോളുകൾക്ക്, അതും അവസാന നിമിഷത്തിൽ നെയ്മറിൻ്റെ പാസിൽ നിന്ന് മെസ്സി ഗോളടിച്ചു. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നെയ്മറാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ആ ഒരു ഗോളിൽ ബാഴ്സലോണ PSG പരാജയപ്പെടുത്തിയപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ കംബാക്ക് മത്സരമായിരുന്നു ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്.